വിദ്യാർത്ഥികളെ സ്വാഗതം. ഈ വിഷയത്തിൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 6 mm കട്ടിയുള്ള കാസ്റ്റ് ഇരുമ്പിൽ സിംഗിൾ വി ബട്ട് ജോയിന്റ് വിലയിരുത്തുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഒബ്ജക്റ്റീവ്സ്. ഈ എക്സസൈസിന് അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. അരികുകൾ മുറിച്ച് തയ്യാറാക്കുക, കാസ്റ്റ് അയൺ പ്ലേറ്റുകളും ടാക്ക് വെൽഡും സജ്ജമാക്കുക, പ്ലേറ്റുകൾ പ്രീ ഹീറ്റ് ചെയ്യുകയും ജോയിന്റ് പോസ്റ്റ് ഹീറ്റ് ചെയ്യുകയും വേണം. ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് കറണ്ട് സെറ്റ് ചെയ്യുക. മൾട്ടി പാസ് റൺ ക്രാക്ക് ഇല്ലാതെ ഡെപ്പോസിറ്റ് ചെയ്യുക. ജോയിന്റിൽ ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. വെൽഡിംഗ് പ്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബോൾ പിൻ ഹാമർ, ബ്ലേഡുള്ള ഹാക്സോ ഫ്രെയിം, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ്, സുരക്ഷാ വസ്ത്രങ്ങൾ, കയ്യുറകൾ, PP കിറ്റ്, ഇലക്ട്രോഡ്, SMAW വെൽഡിംഗ് മെഷീൻ. ഈ എക്സസൈസിന് അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. കാസ്റ്റ് അയൺ പ്ലേറ്റ് 150x50x6 mm വലിപ്പത്തിൽ മുറിക്കുക. അരികുകൾ തയ്യാറാക്കുക. മെഷീനിങ് അല്ലെങ്കിൽ ഫൈലിംഗ് വഴി അരികുകൾ 30 ഡിഗ്രി കോണിലേക്ക് ബെവൽ ചെയ്യുക. 1.5 mm റൂട്ട് ഫേസ് നിലനിർത്തുക. ശരിയായ റൂട്ട് ക്യാപ്പ് ഉപയോഗിച്ച് കാസ്റ്റ് അയൺ പ്ലേറ്റുകൾ സജ്ജമാക്കുക. ഒരു കാസ്റ്റ് അയൺ ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് കറണ്ട് 90 മുതൽ 120 ആംപിയർ വരെ ക്രമീകരിക്കുക. ജോയിന്റ് ടാക്ക് വെൽഡ് ചെയ്യുക. ജോയിന്റിൽ ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി നമുക്ക് SMAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 6 mm കനമുള്ള കാസ്റ്റ് അയൺ സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ നടപടിക്രമത്തെക്കുറിച്ച് നോക്കാം. വെൽഡിംഗ് ടേബിളിൽ വെൽഡഡ് കാസ്റ്റ് അയൺ ജോബ് സജ്ജമാക്കുക. ജോബ് പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു കാസ്റ്റ് അയൺ ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് കറണ്ട് 90 മുതൽ 120 ആംപിയർ വരെ ക്രമീകരിക്കുക. ഇത്തരം ആർക്ക് ലെങ്ത്തുള്ള വെൽഡിന്റെ ലൈനിലേക്ക് 80 ഡിഗ്രി ഇലക്ട്രോഡ് ആംഗിൾ ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഷോർട്ട് ആർക്ക് ഒഴിവാക്കുക. ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് റൂട്ട് റൺ ക്ലീൻ ചെയ്യുക. സെക്കൻഡ് റൺ അല്പം വേവിംഗ് മോഷൻ ഡെപ്പോസിറ്റ് ചെയ്ത് ഇലക്ട്രോഡ് ആംഗിൾ 80 ഡിഗ്രി വെൽഡിന്റെ ലൈനിലേക്ക് നിലനിർത്തുകയും ചെയ്യുക. കാസ്റ്റ് അയണിന്റെ ഫ്ലൂയിഡിറ്റി കുറവായതിനാൽ ഇലക്ട്രോഡ് മന്ദഗതിയിൽ നീങ്ങുകയും ഉരുകിയ മെറ്റൽ ജോയിന്റിലേക്ക് എളുപ്പത്തിൽ ഒഴുകാൻ ഇടയാകുകയും ചെയ്യുന്നു. സെക്കൻഡ് റൺ ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. തേർഡ് റൺ അല്പം വേവിംഗ് മോഷൻ ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് ഇലക്ട്രോഡ് ആംഗിൾ 80 ഡിഗ്രി വെൽഡിന്റെ ലൈനിലേക്ക് നിലനിർത്തുകയും ചെയ്യുക. ജോബ് പോസ്റ്റ് ഹീറ്റ് ചെയ്യുക.
ജോബിനെ ഉണങ്ങിയ മണലിലോ ചാരത്തിലോ സൂക്ഷിച്ചുകൊണ്ട് സാവധാനം തണക്കാൻ അനുവദിക്കുക. ഒരു വയർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് വെൽഡ്മെന്റ്സ് വൃത്തിയാക്കുക. കാസ്റ്റ് അയൺ ജോയിന്റിലെ വിള്ളലുകൾ ഒഴിവാക്കാൻ കുറഞ്ഞ ഹൈഡ്രജൻ ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ ഇൻസ്പെക്ഷനെ കുറിച്ച് നോക്കാം. വാതക കുമിളകൾ, വിള്ളലുകൾ എന്നിവയാണ് വൈകല്യങ്ങൾ. ഉയർന്ന കാർബൺ കണ്ടന്റ് കാരണം കാർബൺ വെൽഡിംഗ് മെറ്റലിലേക്കും ഹീറ്റ് അഫക്റ്റഡ് സോണിലേക്കും കുടിയേറുന്നു. ഉയർന്ന കാർബൺ പ്ലേറ്റിനെ കട്ടിയുള്ളതും പൊട്ടുന്നതുമാക്കുന്നു. ഇനി പോരായ്മകൾ നോക്കാം. അണ്ടർഫിൽ, ഓവർലാപ്പ്, ക്രാക്സ്, എക്സസ് റീഇൻഫോഴ്സ്മെന്റ്. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് അരികുകൾ തയ്യാറാക്കുക, കാസ്റ്റ് ഇരുമ്പ് പ്ലേറ്റുകളും ടാക്ക് വെൽഡും സജ്ജമാക്കുക, ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് കറന്റ് സജ്ജമാക്കുക, ക്രാക്ക് ഇല്ലാതെ റൂട്ട് റൺ രണ്ടാമത്തെയും മൂന്നാമത്തെയും റണ്ണുകൾ ഡെപ്പോസിറ്റ് ചെയ്യുക, പോസ്റ്റ് വെൽഡിംഗ് വഴി ജോയിന്റിൽ നിന്ന് സ്ട്രെസ്സിനെ ഒഴിവാക്കുക, എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് അറിയാൻ ജോയിന്റ് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.